ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് സജ്ജമായി കേരളം. പോളിംഗ് നാളെ രാവിലെ 7-ന് ആരംഭിക്കും. നാളെ പൊതു അവധി. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തിന് ശേഷവും ഓൺലൈൻ വഴി പരസ്യങ്ങൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽ കാണുന്നതിന് 8-അംഗ വിദേശ സംഘം തിരുവനന്തപുരത്ത് എത്തി. സംസ്ഥാനത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 7 മണിക്ക് ആരംഭിക്കുന്ന വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിവരെ നീളും. 16-ാം നിയമസഭയിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തവണ 140 മണ്ഡലങ്ങളിലായി 883 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.71 കോടി വോട്ടർമാരാണ് സംസ്ഥാനത്തുള്ളത്. 2040 പ്രശ്നബാധിത ബൂത്തുകൾ ഉൾപ്പെടെ 30,495 പോളിംഗ് ബൂത്തുകളാണ് സജ്ജമാക്കുന്നത്. കേന്ദ്രസേനയുടെ 160 സംഘങ്ങൾക്ക് പുറമെ 76,000 പോലീസ് ഉദ്യോഗസ്ഥരെ സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി വിന്യസിച്ചിട്ടുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയാകും വരെ സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നാളെ പൊതു അവധി നൽകിയിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കടക്കം വേതനത്തോടുകൂടിയ അവധി ബാധകമാണ്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഫോട്ടോ ഐഡന്റിറ്റി കാർഡിന് പുറമെ ആധാർ, പാൻ കാർഡ്, പാസ്പോർട്ട് തുടങ്ങിയ അംഗീകൃത തിരിച്ചറിയൽ രേഖകളും വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ഉപയോഗിക്കാം. ഭിന്നശേഷി തിരിച്ചറിയൽ കാർഡ്, സർക്കാർ ജീവനക്കാരുടെ ഫോട്ടോ പതിച്ച ID കാർഡുകൾ, ഫോട്ടോ പതിച്ച ബാങ്ക്, പോസ്റ്റ് ഓഫീസ് പാസ്ബുക്കുകൾ തുടങ്ങിയവയും അംഗീകൃത തിരിച്ചറിയൽ രേഖകളിൽ ഉൾപ്പെടുന്നു. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തിനുള്ളിൽ മൊബൈൽ ഫോൺ അനുവദിക്കില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതും സുരക്ഷാ സംവിധാനങ്ങളും കണക്കിലെടുത്താണ് നടപടി. മൊബൈൽ ഫോൺ സൂക്ഷിക്കുന്നതിനായി ബൂത്തുകളിൽ ഹരിത മൊബൈൽ പൌച്ചുകളും ഏർപ്പെടുത്തും. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽ കാണുന്നതിന് വിവിധ വിദേശ രാജ്യങ്ങളിൽ നിന്നും 8-അംഗ സംഘം തിരുവനന്തപുരം ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് വിവിധ രാജ്യങ്ങളിലെ തിരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോർഡുകളിൽ നിന്നുള്ള പ്രതിനിധികൾ തിരുവനന്തപുരത്തെത്തിയത്. വഴുതക്കാട് കോട്ടൺ ഹിൽ GHS സ്കൂളിൽ ക്രമീകരിച്ച നേമമണ്ഡലത്തിലെ വിതരണ കേന്ദ്രത്തിലെത്തിയ സംഘം സ്ഥിതിഗതികൾ വിലയിരുത്തി. പോളിംഗ് സാമഗ്രി വിതരണ കേന്ദ്രങ്ങൾക്ക് പുറമെ കൺട്രോൾ റൂമുകളും സംഘം സന്ദർശിച്ചു. വോട്ടെടുപ്പ് ദിനമായ നാളെ തിരഞ്ഞെടുക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനുകളിൽ സംഘം നേരിട്ടെത്തി വോട്ടെടുപ്പ് പ്രക്രിയകൾ നിരീക്ഷിക്കും. സ്വതന്ത്രവും നിർഭയവുമായി വോട്ട് രേഖപ്പെടുത്തി ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഓരോ വോട്ടും ജനാധിപത്യം ശക്തിപ്പെടുത്തുന്നതിൽ ഏറെ പ്രധാനമാണെന്നും അതിനാൽ എല്ലാവരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ വോട്ടർമാർക്ക് പണം വിതരണം ചെയ്തെന്ന പരാതിയിൽ ഫ്ളൈയിംഗ് സ്ക്വാഡ് അന്വേഷണം നടത്തി. ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. ജനപ്രാതിനിധ്യ നിയമത്തിന്റെയും പെരുമാറ്റച്ചട്ടത്തിന്റെയും ലംഘനം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം നിശബ്ദ പ്രചാരണ സമയത്ത് മാധ്യമങ്ങളിലൂടെ സംസാരിച്ചതിന് അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറിനും LDF സ്ഥാനാർത്ഥി പ്രിജി കണ്ണനുമെതിരെ കേസെടുക്കാൻ പത്തനംതിട്ട ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കന്നി വോട്ട് ചെയ്യാനെത്തുന്നവരെ വരവേൽക്കാൻ ഹൽവയുമായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഓരോ മണ്ഡലത്തിലെയും തിരഞ്ഞെടുത്ത ബൂത്തുകളിലാണ് ആദ്യമായി വോട്ട് ചെയ്യുന്നവർക്ക് മധുരം നൽകുക. കന്നി വോട്ടർമാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും അവരെ അഭിനന്ദിക്കാനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പ്രഖ്യാപിച്ച വോട്ട് സ്വീറ്റ് ആൻഡ് കേരള ക്യാമ്പയിനിന്റെ ഭാഗമായാണ് മധുര വിതരണം. കേരളത്തിനു പുറമെ നാളെ വോട്ടെടുപ്പ് നടക്കുന്ന പുതുച്ചേരിയിലും അസമിലും ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. അസമിലെ 126 മണ്ഡലങ്ങളിലേക്കും പുതുച്ചേരിയിലെ 30 മണ്ഡലങ്ങളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും വോട്ടെണ്ണൽ മെയ് 4-നാണ്. രാജ്യത്തുടനീളം LPG, പെട്രോൾ, ഡീസൽ എന്നിവ മതിയായ അളവിൽ ലഭ്യമാണെന്നും സാധാരണ വിതരണം തുടരുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. घरेलू LPG की सप्लाई नॉर्मल है. सभी डिस्ट्रीब्यूटर्स के पास पर्याप्त स्टॉक अवेलेबल है. कहीं कोई ड्राई आउट रिपोर्टेड नहीं है. लगभग 95% बुकिंग ऑनलाइन हो रही है और लगभग 91% रिफिल की डिलीवरी DAC कोड के साथ हो रही है. और ये 91% जो फिगर है वो ये इंश्योर करता है कि डाइवर्जन न हो.
രാജ്യത്തുടനീളമുള്ള ഖനികളിലും വൈദ്യുതി നിലയങ്ങളിലും ആവശ്യത്തിന് കൽക്കരി ശേഖരമുണ്ടെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത കൽക്കരി മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സഞ്ജീവ് കുമാർ കാസി പറഞ്ഞു. ഇന്ത്യയും കെനിയയും തമ്മിലുള്ള സമുദ്ര സഹകരണം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പൽ INS ത്രികാന്ത് കെനിയയിലെ മൊംബാസയിൽ എത്തി. ഇന്ത്യയും കെനിയയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സംസ്ഥാനത്ത് ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. പാലക്കാട് ജില്ലയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയർന്നേക്കാമെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടങ്ങുന്നു. പരീക്ഷാകാലത്തെ മന്ദതയ്ക്ക് ശേഷം സജീവമായ മൂന്നാറിൽ ഈസ്റ്ററും പൊതുതിരഞ്ഞെടുപ്പും കഴിയുന്നതോടെ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് പ്രതീക്ഷ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിയത്. എന്നാൽ മധ്യവേനലവധിക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് വീണ്ടും സഞ്ചാരികൾ എത്തിത്തുടങ്ങി. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല, മാട്ടുപ്പെട്ടി, കുണ്ടല, ടോപ്പ് സ്റ്റേഷൻ, ഹൈഡൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. വരയാടികളുടെ പ്രജനനകാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന രാജമല തുറന്ന ആദ്യ ദിവസം തന്നെ 1227 പേർ പാർക്ക് സന്ദർശിച്ചു. വരും ദിവസങ്ങളിൽ ഇവിടെയും സഞ്ചാരികളുടെ തിരക്കേറും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ബാറ്റിംഗ്. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഗുജറാത്ത് 2 വിക്കറ്റ് നഷ്ടത്തിൽ 152 റൺ എടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. വായ്പാ പലിശ നിരക്കുകളിൽ മാറ്റമുണ്ടാകില്ല. നടപ്പു സാമ്പത്തിക വർഷം 6.9% GDP പ്രതീക്ഷിക്കുന്നതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധി, എൽ നിനോ പ്രതിഭാസം എന്നിവ പണപ്പെരുപ്പം ഉയരാൻ കാരണമായേക്കുമെന്ന ആശങ്കയും അദ്ദേഹം പങ്കുവച്ചു. വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി വിക്രം മിശ്രയുടെ 3 ദിവസത്തെ US സന്ദർശനത്തിന് ഇന്ന് തുടക്കം. വാഷിംഗ്ടൺ DC-യിലെത്തുന്ന അദ്ദേഹം US ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി വ്യാപാരം, പ്രതിരോധം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തും. ഇരു രാജ്യങ്ങൾക്കും താൽപര്യമുള്ള പ്രാദേശിക, ആഗോള വിഷയങ്ങളും കൂടിക്കാഴ്ചകളിൽ ചർച്ചയാകും. ഇറാനിലെ സാഹചര്യം കണക്കിലെടുത്ത് നിലവിൽ ഇറാനിലുള്ള ഇന്ത്യൻ പൌരന്മാർ താമസിയാതെ ഇറാൻ വിടണമെന്ന ഇന്ത്യൻ എംബസി. എംബസി നിർദ്ദേശിക്കുന്ന വഴികളിലൂടെ ഇറാനിൽ നിന്ന് പുറത്തുകടക്കാനാണ് എംബസിയുടെ ഉപദേശം. എംബസിയുടെ അനുമതിയില്ലാതെ ഒരു അന്താരാഷ്ട്ര കര അതിർത്തിയിലേക്കും പോകരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. കോമൺവെൽത്ത് ഗെയിംസ് ഫെഡറേഷനിൽ നിന്നുള്ള ഉന്നതതല പ്രതിനിധി സംഘത്തിന്റെ 4 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് ഇന്ന് തുടക്കമായി. 2030 കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്ന ഗുജറാത്തിൽ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനാണ് സന്ദർശനം. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് സന്ദർശനം ആരംഭിച്ചത്. ദേശീയ തലസ്ഥാന നഗരിയുടെ 300 കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന 6 താപവൈദ്യുത നിലയങ്ങൾക്ക് വൻതുക പാരിസ്ഥിതിക നഷ്ടപരിഹാരം ചുമത്തി വായു ഗുണനിലവാര ഉപഭോക്തൃ കമ്മീഷൻ. ഏകദേശം 61.85 കോടി രൂപയാണ് കമ്മീഷൻ നഷ്ടപരിഹാരം ചുമത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് സജ്ജമായി കേരളം. പോളിംഗ് നാളെ രാവിലെ 7 ആരംഭിക്കും. നാളെ പൊതു അവധി. തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തിന് ശേഷവും ഓൺലൈൻ വഴി പരസ്യങ്ങൾ നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽ കാണുന്നതിന് 8 അംഗ വിദേശ സംഘം തിരുവനന്തപുരത്തെത്തി. സംസ്ഥാനത്ത് നാളെ മുതൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.